വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം. ബാബിലോണിന്റെ പതനം. അനന്തരം വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന്റെ തേജസ്സുകൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി. അവൾ ഭൂതങ്ങൾക്ക് നിവാസവും സകല ദുഷ്ടാത്മാക്കളുടെയും കാരാഗൃഹവും അശുദ്ധവും നിന്ദ്യവുമായ സകല പക്ഷികളുടെയും തടവറയുമായിരുന്നു. എല്ലാ ജനതകളും അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വേശ്യാസംഗം നടത്തി. ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ സുഖലോലുപതയുടെ ആധിക്യത്താൽ സമ്പന്നരായി. മറ്റൊരു ശബ്ദം ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടത്, എന്റെ ജനമേ, അവളുടെ പാവങ്ങളിൽ പങ്കാളിയാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും അവളെ വിട്ടു പോരുവീൻ. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കുന്നുകൂടിയിരിക്കുന്നു. അവളുടെ അകൃത്യങ്ങൾ ദൈവം ഓർത്തിരിക്കുന്നു. അവൾ തന്നതുപോലെ അവൾക്ക് മടക്കിക്കൊടുക്കുവീൻ. അവൾ ചെയ്തതിന്റെ ഇരട്ടി അവൾക്ക് തിരികെ കൊടുപ്പീൻ. അവളുടെ പാനപാത്രത്തിൽ ഇരട്ടിയായി കലക്കിക്കൊടുപ്പീൻ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തുകയും സുഖലോലുപതയിൽ ജീവിക്കുകയും ചെയ്തതിനാൽ അതെ, അവളിൽ അവൾക്ക് പീഡയും ദുഃഖവും നൽകുവീൻ. ഞാൻ രാജ്ഞിയാണ്, വിധവയല്ല. ഞാൻ ഒരിക്കലും ദുഃഖം കാണുകയില്ല എന്ന് അവൾ ഹൃദയത്തിൽ പറയുന്നു. ഇതുനിമിത്തം ഒറ്റ ദിവസം കൊണ്ട് മരണം, ദുഃഖം, ക്ഷാമം എന്നീ ബാധകൾ അവളുടെ മേൽ വരും. അവളെ തീയിൽ ചുട്ടുകളയും. അവളെ ന്യായം വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാകിയാൽ തന്നെ അവളുമായി വേശ്യാസംഗം നടത്തുകയും അവളുടെ സുഖലോലുപതയിൽ പങ്കുകാരാവുകയും ചെയ്ത ഭൂരാജാക്കന്മാർ അവൾ കത്തിയെരിയുന്നതിന്റെ പുക കണ്ട് അവളെ ചൊല്ലി കരഞ്ഞു വിലപിക്കും. അവളുടെ ദണ്ഡനം കണ്ട് പേടിച്ച് അവർ ദൂരെ നിന്നുകൊണ്ട്, ഹാ, കഷ്ടം, കഷ്ടം, മഹാനഗരമേ, ബാബിലോണേ, ശക്തിയുള്ള നഗരമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നുവല്ലോ എന്ന് പറയും. സ്വർണം, വെള്ളി, അമൂല്യരത്നങ്ങൾ, മുത്തുകൾ, മൃദുവസ്ത്രങ്ങൾ, ധൂമ്രവസ്ത്രം, പട്ടുവസ്ത്രം, രക്താംബരം, സുഗന്ധത്തടികൾ, ദന്തനിർമ്മിത വസ്തുക്കൾ, വിലകൂടിയ മരം, പിച്ചള, ഇരുമ്പ്, വെണ്ണക്കല്ല് എന്നിവ കൊണ്ടുള്ള വസ്തുക്കൾ, ലവംഗം, ഏലം, സുഗന്ധദ്രവ്യങ്ങൾ, മൂര്, കുന്തിരിക്കം, വീഞ്ഞ്, ഒലിവെണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നിങ്ങനെ തങ്ങൾക്കുള്ള കച്ചവട സാധനങ്ങൾ വാങ്ങാൻ ആരും ഇല്ലാതിരിക്കയാൽ ഭൂമിയിലെ വ്യാപാരികൾ അവളെ ചൊല്ലി കരയുകയും ദുഃഖിക്കുകയും ചെയ്യും. നീ കാംക്ഷിച്ച ഫലം നിന്നിൽ നിന്ന് പോയിപ്പോയിരിക്കുന്നു. മഹിമയും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം മാഞ്ഞു പോയിരിക്കുന്നു. ഈ വസ്തുക്കൾ കൊണ്ട് വ്യാപാരം ചെയ്ത് അവൾ മൂലം സമ്പന്നരായവർ അവളുടെ ദണ്ഡനത്താൽ ഭയപ്പെട്ട് ദൂരെ നിന്നുകൊണ്ട്, അയ്യോ, അയ്യോ, മഹാനഗരമേ, നേർമയുള്ള ശണവസ്ത്രവും ധൂമ്രവസ്ത്രവും രക്താംബരവും ധരിച്ച് സ്വർണം, രത്നങ്ങൾ, മുത്തുകൾ എന്നിവയാൽ ശോഭിച്ചിരുന്നവളെ, ഇത്ര വിപുലമായ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ച് വിലപിക്കും. എല്ലാ കപ്പിത്താന്മാരും സകല കപ്പൽ യാത്രക്കാരും നാവികരും സമുദ്രം കൊണ്ട് ഉപജീവിക്കുന്ന ഏവരും ദൂരെ നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ട്, ഈ മഹാനഗരം പോലെ വേറെ ഏതുള്ളൂ എന്ന് വിളിച്ചു പറയും. അവർ തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് ഇപ്രകാരം ദുഃഖിച്ചു വിലപിക്കും, കഷ്ടം, കഷ്ടം, കടലിൽ കപ്പലുള്ളവരെല്ലാം തന്റെ ഐശ്വര്യം കൊണ്ട് സമ്പന്നരാക്കിയ മഹാനഗരം 1 മണിക്കൂറിനാൽ നശിച്ചു പോയല്ലോ. സ്വർഗമേ, അവളെ ചൊല്ലി സന്തോഷിപ്പീൻ. വിശുദ്ധരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമേ, സന്തോഷിപ്പീൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അവളെ ന്യായം വിധിച്ചിരിക്കുന്നു. പിന്നെ ശക്തനായ ഒരു ദൂതൻ വലിയ തിരുക്കല്ല് പോലെയുള്ള ഒരു കല്ലെടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതുപോലെ മഹാനഗരമായ ബാബിലോണിനെ വലിച്ചെറിയും. അതിനെ പിന്നെ കാണുകയുമില്ല. വൈണികർ, സംഗീതജ്ഞർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ പാട്ട് ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കേയില്ല. ഒരു തരത്തിലുമുള്ള കരകൗശല പണിക്കാരെ ഇനിയും നിന്നിൽ കാണുകയില്ല. തിരിക്കല്ലിന്റെ ശബ്ദവും ഇനി നിന്നിൽ കേൾക്കേയില്ല. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല. വധൂവരന്മാരുടെ ശബ്ദം ഇനി നിന്നിൽ കേൾക്കേയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ശ്രേഷ്ഠന്മാരായിരുന്നു. ആഭിചാരത്താൽ നീ സകല ജനവർഗങ്ങളെയും വഴിതെറ്റിച്ചിരുന്നു. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും
ഭൂമിയിൽ കൊല്ലപ്പെട്ട എല്ലാവരുടെയും രക്തം നിന്നിലല്ലയോ കാണപ്പെട്ടത്?